ഇപ്പോൾ പ്രതികരിക്കാൻ റിട്ടയർഡ് എസ് പി കെ എം ആന്റണി കൂടി ടെലിഫോൺ ലൈൻ ചേരുകയാണ്. നമസ്കാരം ശ്രീ കെ എം ആന്റണി. ഒരു വാഹനാപകടം നടക്കുന്നു. അത് നമുക്കറിയാം, ഈ വഴുതക്കാട് ട്രിവാൻഡ്രം ക്ലബിൻ്റെ ഭാഗമെന്ന് പറയുമ്പോൾ വളരെ കണ്ണായൊരു സ്ഥലമാണ്. അവിടെ CCTVകൾ നിരവധി ഉള്ളതാകും. ഏത് ദൃശ്യത്തിൽ നോക്കിയാലും ഈ അപകടവും കാണാൻ കഴിയും. ഈ കാർ എങ്ങോട്ട് പോകുന്നു എന്നൊക്കെ വളരെ നിസ്സാരമായി തന്നെ പോലീസിന് അത് കണ്ടെത്താൻ കഴിയുന്ന കാര്യമല്ലേ. അതുമാത്രമല്ല, ഇത് വാഹനാപകടം നടന്ന കാര്യം അറിഞ്ഞിട്ടുണ്ട്. ഈ ഒരു അപകടത്തിൻ്റെ ദൃശ്യങ്ങളും ഒക്കെ കിട്ടിയതുമാണ്. അതിനുശേഷം ഇവർ വീട്ടിലേക്ക് പോയി ഈ മണിയമ്പിള്ള രാജുവിനെ അന്വേഷിച്ചെന്ന് പറയുന്നു. പക്ഷെ അവിടെ വീട് അടഞ്ഞു കിടക്കുന്നു. അങ്ങനെ ആവുമ്പോൾ പോലും പിന്നെ ഇനി എപ്പോഴെങ്കിലും അടുത്ത ദിവസം അങ്ങനെ നോക്കാം എന്നുള്ള രീതിയിൽ ഉഴപ്പാൻ പറ്റുന്ന ഒരു കേസായിരുന്നു ഇത്. ഇതിൽ കൃത്യമായൊരു വീഴ്ച പോലീസിന്റെ ഭാഗത്തൊന്നും സംഭവിച്ചിട്ടില്ലേ? ഈ പോലീസിന്റെ അന്വേഷണത്തിൽ അനാസ്ഥ ഉണ്ടെന്നുള്ള ആരോപണം അടിസ്ഥാനരഹിതമാണ്. കാരണം അതിനകത്ത് അങ്ങനെ പറയേണ്ട കാര്യം ഇല്ല. ഈ സംഭവം ഉണ്ടായ അന്ന് അല്ലെങ്കിൽ അപ്പോൾ തന്നെ അല്ലെങ്കിൽ പിറ്റേ ദിവസം കാലത്ത് തന്നെ ഈ മണിയമ്പിള്ള രാജു ആണ് എന്നും അയാളുടെ പോലീസ് അന്വേഷിച്ച അയാളുടെ വീട്ടിലെത്തിയെന്നും വീട് പൂട്ടിയിട്ടിരിക്കുകയാണെന്നും അതുപോലെ തന്നെ വാഹനം അവിടെ കാണാനില്ലെന്നും അതുപോലെ അയാളുടെ മകൻ നേരിട്ട് വന്ന് വിഷയങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. അതായത് അച്ഛൻ ഡ്രൈവറെയും കൂട്ടി ക്ലബിൽ പോയിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ പോലീസിന്റെ ഭാഗത്ത് ഒരു അനാസ്ഥ എന്നുള്ളത് പറയാൻ പറ്റില്ല. കാരണം ഇത് മണിയമ്പിള്ള രാജു ആണെന്ന് തിരിച്ചറിഞ്ഞു. മണിയമ്പിള്ള രാജു ഒളിവിൽ പോകാൻ സാധ്യതയുള്ള ആളുമല്ല. കാരണം എപ്പോഴാണെങ്കിലും പിടിക്കാം. ഇത് കേരളത്തിലെ നൂറുകണക്കിന് കേസുകൾ ഒരു ദിവസം ഈ രീതിയിലുള്ളത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്ര മണിയമ്പിള്ള രാജു ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരു സിനിമാ നടൻ ഇതിനകത്ത് ഉൾപ്പെട്ടു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേക പ്രാധാന്യം. അതല്ലാതെ ഇതിനകത്ത് മറ്റെന്തെങ്കിലും ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പിന്നെ ഓൺ ദ സ്പോട്ടിൽ പിടിച്ചുകൊണ്ട് വന്ന് മദ്യപിച്ചിരുന്നോ എന്നുള്ളതിന് പരിശോധന നടത്തിയില്ല എന്നുള്ള ഒരു ആരോപണമാണ് ഇപ്പൊ ഇതിനകത്ത് വരുന്നത്. മദ്യപിച്ചിരുന്നോ എന്നുള്ളത് കണ്ടെത്താനായിട്ട് മറ്റു മാർഗങ്ങൾ കൂടിയുണ്ട്. രക്തപരിശോധന മാത്രമല്ല, അയാൾ അവിടെ ക്ലബില് കാലങ്ങളായിട്ട് പോകുന്നതാണ്, അവിടെ മെമ്പറാണ്. അതുപോലെ തന്നെ അയാൾ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അയാൾ അവിടെ ബാറിലോ അല്ലെങ്കിൽ അതിന്റെ എവിടെയോ ഇരുന്ന് കഴിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ കണ്ടെത്താൻ സാധിക്കും. അതുപോലെ തന്നെ അവിടെ അയാൾ ഇന്നലെ ബില്ല് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അയാളോടൊപ്പം ഇരുന്ന ആൾ ബില്ല് കൊടുത്തിട്ടുണ്ട്. അതിൽ മദ്യത്തിന്റെ ഇതുണ്ടെങ്കിൽ അങ്ങനെ പോലീസിന് ഇത് അന്വേഷിച്ചത് കണ്ടെത്തി ആ രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ നമ്മളിപ്പം ഒരാള് ഇങ്ങനെ ഒരു കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടു അല്ലെങ്കിൽ ഒരു വണ്ടി ആക്സിഡന്റ് ആണ്, അതിന് ഈ മദ്യപിച്ച വാഹനം ഓടിച്ചു. നമുക്കറിയാം, ട്രിവാൻഡ്രം ക്ലബിൽ നിന്ന് ഇറങ്ങി വരുമ്പം നേരെ കിടക്കുന്ന റോഡിലൂടെ വന്ന ചെറുപ്പക്കാരാണ് ബൈക്ക് കൊണ്ട് ഫ്രണ്ടിൽ ഇടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ മണിയമ്പിള്ള രാജുവിന്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടോ ഇല്ലയോ എന്നുള്ളത് പോലീസ് അന്വേഷിച്ച് തിട്ടപ്പെടുത്തേണ്ട കാര്യം തന്നെയാണ്. പിന്നെ ഏതെങ്കിലും ഒരു പ്രമുഖ വ്യക്തി ആണ് എന്നുള്ളതിന്റെ പേരിൽ നിയമം പെട്ടെന്ന് തന്നെ അയാളെ രാത്രി വീട്ടിൽ പോയി പിടിച്ചുകൊണ്ട് വന്ന് അറസ്റ്റ് ചെയ്യണമെന്നൊക്കെ നമ്മൾ ആവശ്യപ്പെടുമ്പോൾ അതിനകത്ത് എത്ര യുക്തി ഉണ്ടെന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കുക. കാരണം അയാളൊരു ക്യാൻസർ പേഷ്യന്റ് ആണ്. അപ്പൊ അതിനുള്ള ഒരു രീതിയിലും കൂടെ മനുഷ്യത്വപരമായിട്ടും നമ്മളിതിനെ കാണേണ്ടതുണ്ട്. ഇപ്പൊ ഇതൊരു വലിയ സംഭവമായിട്ട് എന്റെ കാഴ്ചപ്പാടിൽ കാണുന്നില്ല. പോലീസിന്റെ ഭാഗത്ത് ഏതെങ്കിലും വീഴ്ച സംഭവിച്ചോ എന്നുള്ളതും അന്വേഷിച്ച് തിട്ടപ്പെടുത്തേണ്ടതാണ്. പോലീസ് ഇപ്പൊ പ്രത്യേക സംഘത്തെ നിയോഗിച്ച് അന്വേഷണം നടത്തുന്നതായിട്ട് പറയുന്നുണ്ട്. ഈ ഒരു കേസ് എന്ന് പറയുന്ന ഒരു വണ്ടി ആക്സിഡന്റ് കേസ് നിസ്സാര ശിക്ഷ കിട്ടുന്ന ഒരു കേസ് മാത്രമാണ്. ഞാൻ നിസ്സാരപ്പെടുത്തുകയല്ല. കുട്ടികൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്, അതെല്ലാം കണക്കാക്കിക്കൊണ്ടും. പക്ഷെ ഇത് അത്ര ഒരു ഗൗരവം ഒരു ആക്സിഡന്റ് കേസിന്റെ രീതിയിലാണ്. അതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇയാൾ സെലിബ്രിറ്റി ആയത് എന്നുള്ളതാണ് അതിനകത്ത് പറയുവാനുള്ളത്. പോലീസിന്റെ ഭാഗത്ത് ഇനിയെങ്കിലും ശുഷ്കാന്തിയോടുകൂടി അന്വേഷണം ഇപ്പൊ നടത്തുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അത് അങ്ങനെ അന്വേഷിച്ചവർ കണ്ടെത്തട്ടെ. അതല്ലാതെ ഇപ്പൊ നമുക്കതിൽ മറ്റെന്തെങ്കിലും പറയുവാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. അല്ല, ഇതിൽ ആ CCTV ദൃശ്യങ്ങളിൽ കാണാം. അദ്ദേഹം അങ്ങനെ തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. ഈ ബൈക്ക് വളരെ സ്പീഡിൽ വരികയായിരുന്നു, വന്നിടിക്കുകയായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിലും കാണാം. ആ ക്ലബിൽ നിന്ന് ഈ കാർ ഇറങ്ങുമ്പോൾ വളരെ പെട്ടെന്ന് ആ ബൈക്ക് വന്ന് കാറിൻ്റെ മുകളിലേക്ക് വരുന്നതാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അത് ഈ പറഞ്ഞതുപോലെ ഒരു സിനിമാ നടൻ ആയതുകൊണ്ടാണോ എന്നുള്ളൊരു ചോദ്യം തന്നെയാണ്. കാരണം ഈ 12 മണിക്കൂറിന് ശേഷമാണ് ഒരു വൈദ്യപരിശോധന നടത്തുന്നത്. ഇനി ഒരു പക്ഷേ ആ റിസൾട്ട് വരുമ്പോൾ മദ്യപിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അതിൽ വ്യക്തമാകുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഈ മദ്യപിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ മറ്റു മാർഗം കൂടി ഉണ്ടെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഒരേ രീതിയിൽ തന്നെ അല്ലെങ്കിൽ ഒരേ രക്തപരിശോധന ആവശ്യമായിരുന്ന അയാളെ രാത്രി കണ്ടെത്തിയിരുന്നെങ്കിൽ പോലീസ് രക്തപരിശോധന നടത്തുമായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം അയാളുടെ സ്വന്തം വീട്ടിലായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അത് ഇനി ബാക്കിയുള്ള രീതിയിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ക്ലബിലെ കാര്യങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ മദ്യപിച്ചിട്ടാണോ അയാൾ പുറത്തിറങ്ങിയെന്ന് നോക്കാൻ പറ്റും. തന്നെയല്ല, ആ കുട്ടികൾ വന്ന് ഫ്രണ്ടിൽ അതിന്റെ കാറിന്റെ ബോണറ്റിന്റെ ഭാഗത്ത് ഇരിക്കുന്നതായിട്ടാണ് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അപ്പം അതെല്ലാം കൂടെ അന്വേഷിച്ച് തിട്ടപ്പെടുത്തട്ടെ. അല്ലാതെ നമ്മളിപ്പോ പോലീസ് ഇതിനകത്തൊരു അനാസ്ഥ കാണിച്ചു എന്നുള്ള രീതിയിലേക്ക് അതിനെ ഒരു ആരോപണമായിട്ട് വരേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി, വളരെ നന്ദി ശ്രീ കെ എം ആന്റണി പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.